ഹലോ ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ് ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 8 ആയ ഗംഗാ സമതലത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ഇതില് ഈ ചാപ്റ്ററിൽ എന്ന് പറയുന്നത് ആര്യന്മാർ എങ്ങനെയാണ്, നാടോടികൾ എങ്ങനെയാണ് ആര്യന്മാരായി മാറിയത്, ആര്യന്മാരുടെ ആഗമനം എങ്ങനെയായിരുന്നു, ആര്യന്മാരുടെ ആചാരരീതികൾ എന്തൊക്കെയായിരുന്നു, ആര്യന്മാരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു, ആര്യന്മാരുടെ മതവിശ്വാസം എങ്ങനെയായിരുന്നു, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് വായിക്കുക. അതായത് BCE 2000 ആണ്ടിൽ കിഴക്കൻ യൂറോപ്പിലെ പോളണ്ട് മുതൽ മധ്യേഷ്യ വരെയുള്ള പ്രദേശത്ത് താമസിച്ചിരുന്നവരായിരുന്നു നാടോടികൾ. ഓക്കെ, അപ്പോ പിന്നെ ഇവർ എന്ത് ചെയ്തു, ഇന്ത്യയുടെ വടക്കൻ പടിഞ്ഞാറൻ ദേശത്ത് എത്തിച്ചേരുകയും ഇവരെയാണ് എന്ത് പറയുന്നത്, ആര്യന്മാർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ബുക്കിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ എന്ന വിസ്മയം എന്ന ബുക്ക് എഴുതിയത് ആരാണ്? AL ഭാഷാമാണ്. ആരാണ്? AL ഭാഷാം എഴുതിയ ബുക്കാണ്. ഇത് ചിലപ്പോൾ PSC ടെസ്റ്റിനൊക്കെ ചോദിക്കാം. അപ്പോൾ ഇന്ത്യ എന്ന വിസ്മയം എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? AL ഭാഷാം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വായിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് അവരുടെ ഭാഷകളുടെ കാര്യമാണ് അടുത്ത് പറയുന്നത്. അതായത് ഈ യൂറോപ്പിന്റെയും ഏഷ്യയുടെയും വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയവർ സംസാരിച്ചിരുന്ന ഭാഷകൾ പൊതുവെ എന്തോന്നായിരുന്നു? ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ഭാഷകളിൽ ഒന്നായ സംസ്കൃതം സംസാരിച്ചിരുന്നവർ ആര്യന്മാർ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ വിവിധ ഭാഗങ്ങളിലേക്ക്, യൂറോപ്പിന്റെയും ഏഷ്യയുടെയും വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറി പാർത്തവർ സംസാരിച്ചിരുന്ന ഭാഷ ഏതായിരുന്നു? ഇന്ത്യൻ യൂറോപ്യൻ ഭാഷകളാണ് എന്നാണ് അറിയപ്പെട്ടത്. ഈ ഭാഷകളിൽ ഒന്നായ സംസ്കൃതം സംസാരിച്ചിരുന്നവർ ആരാണ്? സംസ്കൃതം സംസാരിച്ചിരുന്നത് ആര്യന്മാരായിരുന്നു. ഈ ഭാഷകളിൽ ഒന്നായ സംസ്കൃതം സംസാരിച്ചിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഷ എന്നറിയപ്പെടുന്ന ഏതാണ്? സംസ്കൃതമാണ്. അടുത്തത്, സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ കൃതി ഏതാണ്? ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ കൃതിയാണ് ഋഗ്വേദം. ഏതാണ്? ഋഗ്വേദം. ഓക്കെ, അപ്പോൾ ഇതില് ഇത്രയും നിങ്ങൾ ഓർത്തു വെക്കണം. ഋഗ്വേദമാണ് സംസ്കൃതത്തിൽ ആദ്യമായി രചിക്കപ്പെട്ട കൃതി. അവരുടെ ഭാഷ ഏതായിരുന്നു? ആര്യന്മാരുടെ ഭാഷ സംസ്കൃതമായിരുന്നു. ഓക്കെ, അപ്പോൾ മറക്കരുത്. ഇത് ഇത്രയും ഒന്ന് വായിച്ചു വെക്കുക. അടുത്തത്, ഇവിടെ ഒരു 2 പോയിന്റേ ഉള്ളൂ, ബാക്കി ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അപ്പൊ നമ്മളിപ്പോ PSCക്ക് വേണ്ടിയിട്ടും ടെറ്റിന് വേണ്ടിയിട്ടൊക്കെ ആണല്ലോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത് വലിച്ചു വാരിയൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ഋഗ്വേദത്തിൽ ദേവേന്ദ്രന്റെ വേട്ടപ്പെട്ടിയെ സരമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചും ഒക്കെ PSC ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ദേവേന്ദ്രന്റെ വേട്ടപ്പെട്ടിയെ അറിയപ്പെടുന്ന പേര് എന്താണ്? സരമ. എന്താണ്? സരമ. അടുത്തത്, തദ്ദേശീയരായ ജനവിഭാഗങ്ങളെ അറിയപ്പെട്ട പേരാണ് പണികൾ എന്നുള്ള പേര്. എന്താണ്? തദ്ദേശീയരായി അറിയപ്പെട്ട പേരാണ് പണികൾ. അപ്പോ ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ദേവേന്ദ്രന്റെ വേട്ടപ്പെട്ടി അറിയപ്പെട്ട പേര് സരമ. തദ്ദേശീയരായ ജനങ്ങളെ അറിയപ്പെട്ട പേരെന്താണ്? പണികൾ എന്നാണ് ഋഗ്വേദത്തിൽ കൊടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്തത്, ഏകദേശം 3500 വർഷം മുമ്പ് ആര്യന്മാർ എവിടെ എത്തിച്ചേർന്നു? ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് സപ്തസൈന്ധവ പ്രദേശത്ത് എത്തിച്ചേർന്നു. എവിടെ എത്തിച്ചേർന്നു? സപ്തസൈന്ധവ പ്രദേശത്ത് എത്തിച്ചേർന്നു. ഇവർ എങ്ങനെയാണ് എത്തിച്ചേർന്നത്? കുതിരകളെ കെട്ടിയ രഥങ്ങളുമായിരുന്നു അവരുടെ സഞ്ചാര പാതയിൽ നിന്ന് കണ്ടെത്തിയത്. ഓക്കെ, അപ്പോ ഇവർ എവിടെ എത്തിച്ചേർന്നു? ആര്യന്മാർ ഏകദേശം 3500 വർഷം മുൻപ് ആര്യന്മാർ സപ്തസൈന്ധവ പ്രദേശത്ത് എത്തിച്ചേർന്നു. എന്താണ് സപ്തസൈന്ധവം? ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാവോ എന്താണ് സപ്തസൈന്ധവം? നമുക്ക് നോക്കാം. ഓക്കെ, സിന്ധു നദിയും അതിന്റെ 5 പോഷക നദികളായ ഝലം, ചിനാബ്, രാവി, ബിയാസ്, സത്ലജ് എന്നിവയും സരസ്വതി നദിയും ചേർന്ന പ്രദേശമാണ് സപ്തസൈന്ധവം എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, സിന്ധു നദിയും അതിന്റെ 5 പോഷക നദികളായ ഝലം, ചിനാബ്, രാവി, ബിയാസ്, സത്ലജ് എന്നിവയും സരസ്വതി നദിയും ചേർന്ന പ്രദേശം എന്ത് പേരിൽ അറിയപ്പെടുന്നു? എന്താണ്? സപ്തസൈന്ധവം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കാം. എങ്ങനെയാണ്? അതായത്
ഇപ്പൊ പോഷക നദികളുടെ പേര് കൊടുത്തിട്ട് ഇത് ഏത് നദിയുടെ പോഷക നദികളാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് സിന്ധു നദിയുടെ പോഷക നദികളുടെ പേര്, അതായത് ചലം, ചിനാബ്, രാവി, ബിയാസ്, സത്ലജ്, ഈ പേര് കൊടുത്തിട്ട് ഇത് ഏത് നദിയുടെ പോഷക നദി ആണ് എന്നും ക്വസ്റ്റ്യൻ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ അത് ഏതാണ്? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് സിന്ധു നദിയാണ്. ഓക്കെ, അപ്പൊ എന്താണ് സപ്തസൈന്ധവം എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോ ഇവിടത്തെ ജനങ്ങളുടെ ജനജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സപ്തസൈന്ധവ പ്രദേശത്തെ ജനജീവിതത്തെ കുറിച്ച് വിവരം ലഭിക്കുന്നതും നമ്മുടെ ഈ ഋഗ്വേദത്തിൽ നിന്നാണ്. നമ്മൾ പറഞ്ഞു ആദ്യമായി രചിക്കപ്പെട്ട കൃതി ഏതാണ്? ഋഗ്വേദമാണ്. ഋഗ്വേദത്തിൽ നിന്നാണ് നമ്മുടെ ആര്യന്മാരുടെ വരവ്, സപ്തസൈന്ധവ പ്രദേശം, ഇതിന്റെയൊക്കെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. അപ്പോ എങ്ങനെയാണ് ആര്യന്മാരുടെ ജനജീവിതം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ആര്യന്മാർ വിവിധ ഗോത്രങ്ങളായാണ് ജീവിച്ചിരുന്നത്. ഓരോ ഗോത്രവും നിരവധി കുടുംബങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു. അപ്പോൾ ആര്യന്മാർ എങ്ങനെയാണ്? ഗോത്രങ്ങളായാണ് ജീവിച്ചത്. എന്താണ് ഗോത്രം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഗോത്രം. ഗോത്രം എന്ന് പറയുന്നത് നിരവധി കുടുംബങ്ങൾ ചേരുമ്പോഴാണ് ഒരു ഗോത്രം ഉണ്ടാകുന്നത്. അതിൽ ഗോത്രത്തിലെ മുതിർന്ന അംഗമായിട്ട് ഒരാൾ കാണും. അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരാണ് ഗോത്രത്തലവൻ. ഗോത്രത്തലവന്മാരെ സഹായിക്കാൻ ഗോത്രസഭകൾ ഉണ്ടായിരുന്നു. അവരെ അറിയപ്പെട്ട പേരെന്താണ്? ഗോത്രസഭകളെ അറിയപ്പെട്ട പേരാണ് വിധാത സഭാ സമിതി. എന്താണ്? വിധാത സഭാ സമിതി എന്നീ പേരുകളിലാണ് ഗോത്രസഭകളെ അറിയപ്പെട്ടിരുന്നത്. അടുത്തത് ഇവരുടെ പ്രധാന തൊഴിലുകൾ എന്തായിരുന്നു? അത് ഇമ്പോർട്ടന്റ് ആണ്. ആര്യന്മാരുടെ പ്രധാന തൊഴിലുകളിൽ ഒന്നായിരുന്നു കന്നുകാലി വളർത്തൽ. ഏറ്റവും പ്രധാനപ്പെട്ടത് കന്നുകാലി വളർത്തലാണ്. പിന്നെ ഇത് കൂടാതെ തന്നെ എന്തോന്നുണ്ടായിരുന്നു? കൃഷിയും ഉണ്ടായിരുന്നു. കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി ഇവർ എന്ത് ചെയ്തു? ഇവർ കൂടുതലായും കന്നുകാലികൾക്കും അതുപോലെ തന്നെ പുൽമേട് പുറങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ അക്കാലത്ത് യുദ്ധങ്ങൾ നടത്തിയിരുന്നത്. അപ്പൊ അതത്രയും മനസ്സിലായല്ലോ. അപ്പൊ സപ്തസൈന്ധവ എന്താണ്? എത്ര നദികൾ ചേരുമ്പോഴാണ് സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? എന്താണ് സപ്തസൈന്ധവം? ആര്യന്മാരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു? വിവിധ ഗോത്രങ്ങളായി ജീവിച്ചു. ഈ ഗോത്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നിരവധി കുടുംബങ്ങൾ ചേർന്നതാണ്. ഗോത്രം എന്ന് പറയുന്നത് ഓരോ ഗോത്രത്തിനും ഓരോ തലവൻ ഉണ്ടായിരുന്നു. ഗോത്ര തലവന്മാരെ സഹായിക്കാൻ ഗോത്രസഭകൾ ഉണ്ടായിരുന്നു. ഈ സഭകളെ അറിയപ്പെട്ടിരുന്ന പേരാണ് വിധാത സഭാ സമിതി. ഇത് ചിലപ്പോൾ ആര്യന്മാരുടെ ഗോത്രസഭകളെ അറിയപ്പെട്ടിരുന്ന പേര് എന്താണ്? വിധാത സഭാ സമിതി. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അടുത്തത് ഇവിടെ കുറച്ച് ഗവിഷ്ടി എന്ന് പറഞ്ഞ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഗവിഷ്ടി എന്ന് നമുക്ക് നോക്കാം. കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി ആര്യന്മാർ നടത്തിയ യുദ്ധങ്ങളെയാണ് ഗവിഷ്ടി എന്നറിയപ്പെടുന്നത്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. ആര്യന്മാർ നടത്തിയ യുദ്ധത്തെ എന്തു പേരിൽ അറിയപ്പെടുന്നു? എന്താണ്? ഗവിഷ്ടി എന്ന പേരിലാണ്. അതായത് കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി ആര്യന്മാർ നടത്തിയ യുദ്ധങ്ങളെ എന്തു പേരിൽ അറിയപ്പെടുന്നു? എന്താണ്? ഗവിഷ്ടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തത് യുദ്ധവിജയത്തിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു? അക്കാലത്ത് യാഗമൊക്കെ നടത്തിയിരുന്നു. അപ്പൊ കൂടുതൽ യാഗം നടത്തുന്നത് ആരാണ്? പുരോഹിതന്മാരും യുദ്ധം നയിച്ച ഗോത്ര തലവന്മാരുമാണ് ഈ ഹോമങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവരെ കയ്യിലാണ് കൂടുതൽ സമ്പത്ത് കിട്ടുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്യും? കൂടുതൽ സമ്പത്തൊക്കെ കൈക്കലാക്കുകയാണ് ഉണ്ടായത്. അപ്പോ ഋഗ്വേദ കാലത്ത് സമൂഹത്തെ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരുന്നു. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഋഗ്വേദ കാലത്തെ സമൂഹത്തെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പുരോഹിതർ, സേനാനികൾ, സാധാരണക്കാർ. അപ്പോൾ ഋഗ്വേദ കാലത്തെ സമൂഹത്തെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പുരോഹിതർ, സേനാനികൾ, സാധാരണക്കാർ. അതായത് ആര്യന്മാരുടെ ആദ്യകാല വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ലളിതവും പ്രകൃതി ആരാധനയിൽ അധിഷ്ഠിതവുമായിരുന്നു. ഇവർ ആദ്യം പ്രകൃതി ദൈവങ്ങളെയാണ് ആരാധിച്ചിരുന്നത്. അത് ഓർത്തു വെക്കുക. പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ദൈവം എന്ന് പറയുന്നത്, ആര്യന്മാരുടെ പ്രധാനപ്പെട്ട ദൈവം എന്ന് പറയുന്നത് ഇന്ദ്രനായിരുന്നു. ആരായിരുന്നു? ഇന്ദ്രനായിരുന്നു. കൂടാതെ അഗ്നി, വരുണൻ, മരു, സൂര്യൻ ഇവരെയൊക്കെ ഇവർ ആരാധിച്ചിരുന്നു. അപ്പൊ ഇവർ എന്തിനാണ് ആരാധിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ എന്തിനാണ്? കാലിസമ്പത്തിന്റെ വർധനവിനും ആയിട്ടാണ് ഇവർ ആരാധിച്ചിരുന്നത്. ഈ ഇന്ദ്രനെയും, ഇന്ദ്രദേവനെയും, അഗ്നിയെയും, വരുണനെയും, മരുത്തിനെയും അതുപോലെ തന്നെ സൂര്യനെയൊക്കെ ആരാധിച്ചിരുന്നു. അപ്പോൾ ഋഗ്വേദ കാലത്തെ സമൂഹം 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പുരോഹിതർ, സേനാനികൾ, സാധാരണക്കാർ.
അപ്പോൾ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം ആരായിരുന്നു? ഇന്ദ്രനായിരുന്നു. ആരായിരുന്നു? ഇന്ദ്രനായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം. പിന്നെ ഇത് കൂടാതെ ആരെയൊക്കെ ആരാധിച്ചിരുന്നു? അഗ്നി, വരുണൻ, മരുത്, സൂര്യൻ ഇവരെയും കൂടെ ആരാധിച്ചിരുന്നു. ഇതൊക്കെയായിരുന്നു ഇവരുടെ. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അതായത് പുരോഹിതന്മാരും അതുപോലെ തന്നെ ഗോത്ര തലവന്മാരൊക്കെ എന്ത് ചെയ്തു? ഇവരുടെ സ്വത്തൊക്കെ കൂടുതൽ കൈവശപ്പെടുത്തുന്നത് അവരായി. അപ്പോൾ അതൊക്കെയാണ് പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് സപ്ത സൈന്ധവ പ്രദേശത്ത് നിന്ന് കാട് വെട്ടിക്കരിച്ചിട്ട് ആര്യന്മാർ എങ്ങോട്ട് വന്നു? ഗംഗാ സമതലത്തിലെ വനപ്രദേശങ്ങളിൽ കുടിയേറി. അപ്പോൾ എന്തുകൊണ്ടാണ് ഗംഗാ സമതലം, അതായത് നദി ബേസ് ചെയ്ത് ഇവർ ചൂസ് ചെയ്യുന്നത് നമ്മൾ ഇതിന് മുന്നേയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഇവരും എന്ത് ചെയ്തത്? സപ്ത സൈന്ധവ പ്രദേശത്ത് ഒരുപാട് കാടുണ്ടായിരുന്നു. ആ കാടിനെയൊക്കെ വെട്ടിക്കരിച്ചിട്ട് ഇവർ എവിടെ എത്തി? ഗംഗാ സമതലത്തിൽ എത്തി. എന്നിട്ട് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഇവർ ഇരുമ്പ് ആയുധം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഇരുമ്പ് ആയുധങ്ങളുടെ ഉപയോഗമാണ്. ഈ വ്യാപനത്തെ ഏറെ സഹായിച്ചത് ഇരുമ്പ് ഉപയോഗമായിരുന്നു. അപ്പോൾ ഇരുമ്പ് ആയുധങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് കാടൊക്കെ വെട്ടി നശിപ്പിക്കാനൊക്കെ പറ്റിയത്. പിന്നെ BCE, ബിഫോർ കോമൺ ഇറ, 1000 മുതൽ 600 വരെയുള്ള ഈ കാലഘട്ടത്തെ കുറിച്ച് അറിവ് ലഭിക്കുന്നത് നമ്മളുടെ പിൽക്കാല വേദങ്ങളായിരുന്നു. ഏതപ്പോ ആദ്യം ഉണ്ടായത് കൃതി ഏതാണ്? ഋഗ്വേദമാണെന്ന് പറഞ്ഞു. പിന്നെ ഉണ്ടായ പിൽക്കാല വേദങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വേദാസ് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ വേദാസ് നമുക്ക് പഠിക്കാൻ പറ്റും. അതിലെ വേദങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അഥർവവേദം, സാമവേദം, യജുർവേദം ഇതൊക്കെയാണ് പിന്നെ പിൽക്കാല വേദങ്ങളായിട്ട് നിലവിൽ വന്നത്. ഓക്കെ, അപ്പോ ഇവർ എവിടെ വന്നു? ഗംഗാ സമതല തീരത്ത് വന്നു. പിന്നെ ആര്യന്മാരുടെ കിഴക്കോട്ടുള്ള വ്യാപനത്തിന് എന്ത് ചെയ്തു? ഈ പുരാവസ്തു തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഇവരുടെ അതുപോലെ തന്നെ ഇവർ ഉപയോഗിച്ചിരുന്ന ഇരുമ്പായുധങ്ങളുടെയും പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചാരനിറത്തിലുള്ള മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. ചാരനിറത്തിലുള്ള മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നത് ആരായിരുന്നു എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആരായിരുന്നു? ആര്യന്മാരാണ്. അടുത്തത് ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അത്രാഞ്ചി ഖേഡ, രാജസ്ഥാനിലെ ജോധ്പൂര, ഹരിയാനയിലെ ഭഗവൻപുര എന്നിവിടങ്ങളിൽ നിന്നാണ് ഗംഗാ സമതലത്തിലെ ജനങ്ങൾ ഉപയോഗിച്ച ഇരുമ്പായുധങ്ങളുടെ അവശിഷ്ടങ്ങൾ പ്രധാനമായും ലഭിച്ചത്. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് ഇരുമ്പ് ഉപകരണങ്ങളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചത് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത്രാഞ്ചി ഖേഡ, രാജസ്ഥാനിലെ ജോധ്പൂര, ഹരിയാനയിലെ ഭഗവൻപുര എന്നിവിടങ്ങളിൽ നിന്നാണ്. അഥവാ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് ആര്യന്മാര് എങ്ങനെയാണ് കിഴക്കോട്ട് വ്യാപിച്ചത് എന്ന് നമുക്ക് നോക്കാം. അടുത്തത് ഇവരുടെ കാർഷിക സമൂഹത്തിലേക്ക് ഗംഗാ സമതലത്തിലെത്തിയ ആര്യന്മാർ എന്ത് ചെയ്തു? ഇരുമ്പ് ആയുധങ്ങൾ ഉപയോഗിച്ച് കാടുകളൊക്കെ വെട്ടി നശിപ്പിച്ചു. എന്നിട്ട് ഇവർ എന്ത് ചെയ്തു? നിലമൊക്കെ ഉഴുത് കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങി. കൃഷിയുടെ വ്യാപനത്തോടെ ആര്യന്മാർ എന്ത് ചെയ്തു? സ്ഥിരവാസമുള്ള കാർഷിക സമൂഹമായി മാറി. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ഈ നാടോടികളായ ജനങ്ങൾ സ്ഥിരതാമസമാക്കിയ പ്രദേശത്തെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പോൾ ഇവർക്ക് കൃഷിയൊക്കെ കൂടുതലായിട്ട് ഇവർ കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇവർ എന്ത് ചെയ്തു? ആ ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു? സ്ഥിരമായിട്ടൊക്കെ താമസിക്കാൻ തുടങ്ങി. അതുകൊണ്ട് സ്ഥിര താമസമാക്കിയ പ്രദേശത്തെ അറിയപ്പെട്ട പേരാണ് ജനപദം. ആര്യന്മാർ സ്ഥിര താമസമാക്കിയ പ്രദേശത്തെ അറിയപ്പെടുന്ന പേര് എന്താണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ജനപദം. അടുത്തത് ഇതിന്റെ ഗോത്ര തലവനെ രാജാവാക്കി മാറ്റുകയും രാജഭരണം പരമ്പരാഗതമായിരുന്നു. ഓക്കെ, അതോടെ ഗോത്ര സഭകളുടെ പ്രാധാന്യമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് വന്നു. ഓക്കെ, കൃഷിഭൂമി സംരക്ഷിക്കുന്നതിന് പകരമായി കർഷകർ എന്ത് ചെയ്തു? രാജാവിന് ഉൽപാദനത്തിന്റെ ഒരു പങ്ക് നികുതിയായി നൽകുന്ന രീതി നടപ്പിൽ വന്നു. അത് പണ്ടേ ഉണ്ടല്ലോ, അപ്പൊ നമുക്കതറിയാം. അപ്പൊ എന്ത് ചെയ്തു? രാജാവിന് ഇവരെന്ത് ചെയ്യും? ഉൽപ്പാദിപ്പിക്കുന്ന അതിന്റെ ഒരു പങ്ക് നികുതിയായി നൽകുന്ന രീതി അക്കാലത്ത് നിലവിൽ വരികയും അതിനെ അറിയപ്പെട്ടിരുന്ന പേര് എന്താണെന്ന് നോക്കാം. അതായത് ഈ നികുതിക്ക് പറയുന്ന പേരാണ് ബലി ഭാഗ എന്ന പേരുകളിലാണ് അറിയപ്പെട്ടത്. അപ്പൊ ആര്യന്മാര് രാജാക്കന്മാർക്ക് നികുതി നൽകിയിരുന്നു. അതിന് അറിയപ്പെട്ടിരുന്ന നികുതികളെ പറയുന്ന പേരാണ് ബലി ഭാഗ. അതുകൂടാതെ ഇതുപോലെ തന്നെ ഈ സമൂഹത്തെ എന്ത് ചെയ്തു? വീണ്ടും 4 വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. അതായത് പിന്നെ ഇവരുടെ സമൂഹം നമ്മൾ നേരത്തെ പഠിച്ചു 3 പിന്നെ എന്ത് ചെയ്തു? ഗംഗാ സമതലത്തിലെ സമൂഹത്തെ 4 ഡിവൈഡ് ചെയ്തു. ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ബ്രാഹ്മണർ, രണ്ടാമത്തത് ക്ഷത്രിയർ, തേർഡ് വൺ വൈശ്യർ,
ഫോർത്ത് വൺ ശൂദ്ര. ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുരോഹിതരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. ക്ഷത്രിയർ എന്ന് പറയുമ്പോൾ ആരാണ്? ഭരണാധികാരികൾ, അതുപോലെ തന്നെ സൈനികരൊക്കെ ആയിരിക്കും ക്ഷത്രിയർ എന്നറിയപ്പെടുന്നത്. വൈശ്യർ എന്ന് പറയുന്നത് കർഷകർ വരും, അതുപോലെ തന്നെ കച്ചവടക്കാർ വരും, കന്നുകാലി വളർത്തൽക്കാർ വരും, അവരൊക്കെയാണ് വൈശ്യർ എന്ന് പറയുന്നത്. അടുത്ത ശൂദ്രർ എന്ന് പറയുന്നത് ദാസ്യവൃത്തി നടത്തുന്നവരെയാണ് ശൂദ്രർ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായപ്പോ ഇവരുടെ സമൂഹത്തെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ ആൻഡ് ശൂദ്രസ്. ഓക്കെ. അപ്പോൾ ഈ 4 സമൂഹങ്ങൾ വന്നതോടുകൂടി വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒക്കെ എന്ത് ചെയ്തു? വളരെയധികം വലിയ ചേഞ്ചുകൾ ഉണ്ടായി. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഋഗ്വേദ കാലത്തെ പ്രധാന ദൈവമായിരുന്നു ആരെന്ന് നമ്മൾ പഠിച്ചു? ഇന്ദ്രൻ എന്ന് പഠിച്ചു. ഇന്ദ്രനും അഗ്നിക്കും പ്രാധാന്യം നഷ്ടപ്പെടുകയും ഇവരെന്ത് ചെയ്തു? പ്രജാപതി, വിഷ്ണു എന്നിവർക്ക് പ്രാധാന്യം നൽകി. ആർക്കാണ്? പ്രജാപതി, വിഷ്ണു എന്നിവർക്കൊക്കെ പ്രാധാന്യം നൽകി. എന്നിട്ട് ലളിതമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതുപോലെ തന്നെ പല രീതിയിലുള്ള ആരാധനാ രീതികളൊക്കെ നിലവിൽ വന്നു. പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആചാരമായിരുന്നു മൃഗബലി അക്കാലത്തുണ്ടായിരുന്നു. അതൊക്കെ ചിലവേറിയതായി മാറി. അങ്ങനെ എന്ത് ചെയ്യും? ചിലവ് കൂടുന്നതിനനുസരിച്ച് പുരോഹിതർ വളരെയധികം ശക്തി പ്രാപിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ പുരോഹിതർക്കല്ലേ അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെയാണ് അതിൽ പറയുന്നത്. അടുത്തത്, ഇവർ ഈ കച്ചവടമൊക്കെ പുരോഗമിച്ച് വന്നതോടുകൂടി ആര്യന്മാർക്ക് എന്ത് ചെയ്തു? നഗരങ്ങൾ ഉയരുന്നു. അത് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ്? അതായത് മണ്ണിന്റെ, നമ്മൾ പഠിച്ചു അവരെവിടെയാണ്, ഏത് നദിയുടെ തീരത്താണ് വന്നതെന്ന് നമ്മൾ പഠിച്ചു. മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും അതുപോലെ തന്നെ ഇരുമ്പിന്റെ ഉപയോഗവും എന്ത് ചെയ്തു? ഗംഗാ സമതലത്തെ മികച്ച കാർഷികോൽപാദന കേന്ദ്രമാക്കി അങ്ങ് മാറ്റി. ഇതെന്ത് ചെയ്തു? മിച്ച ഉൽപാദനത്തിനും അതുപോലെ തന്നെ കൈമാറ്റ കേന്ദ്രങ്ങളുടെ വളർച്ചയ്ക്കൊക്കെ കാരണമായി. അതായത് സാധനം കൊടുത്തിട്ട് വേറൊരു സാധനം വാങ്ങുന്ന രീതിയൊക്കെ, അതായത് അവർക്ക് ഭയങ്കരമായിട്ട് കച്ചവടവും പുരോഗമനമായതോടുകൂടി അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിനൊക്കെ വളരെയധികം വളർച്ച ഉണ്ടാവുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇവരെന്ത് ചെയ്തു? കച്ചവടത്തിനായി ജനങ്ങൾ എവിടെ പോവും? സ്വാഭാവികമായിട്ട് നഗരങ്ങളിലേക്ക് സ്ഥിര താമസമാക്കി. ഓക്കെ. അങ്ങനെ ഇങ്ങനെ ഉയർന്നു വന്ന നഗരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു നഗരങ്ങളിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒന്നായിരുന്നു രാജഗൃഹം. എന്താണ്? ഒരു പ്രധാനപ്പെട്ട നഗരമായിരുന്നു രാജഗൃഹം. അതുപോലെ തന്നെ ശ്രാവസ്തി. എന്താണ്? ശ്രാവസ്തി, വൈശാലി, അതുപോലെ തന്നെ ബനാറസ്, കുശിനഗരം, കൗസാംബി, ഇതൊക്കെയായിരുന്നു. അപ്പോ ഇങ്ങനെ ഈ കച്ചവടത്തിനായി ജനങ്ങൾ നഗരങ്ങളിൽ സ്ഥിര താമസമാക്കിയപ്പോൾ ഈ നഗരങ്ങൾ എന്ത് ചെയ്തു? ഉയർന്നു വന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയാണ്? രാജഗൃഹം, ശ്രാവസ്തി, വൈശാലി, ബനാറസ്, കുശിനഗരം, കൗസാംബി, ഇതൊക്കെയാണ് അക്കാലത്ത് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ എന്ന് പറയാം. പിന്നെ എന്ത് ചെയ്തു? ഈ നഗരങ്ങൾ കേന്ദ്രീകരിച്ചവരെന്ത് ചെയ്തു? കച്ചവടവും കൈത്തൊഴിലുകളൊക്കെ വളരെ വലിയ രീതിയിലൊക്കെ വളർച്ചകൾ ഉണ്ടാവുകയും പുതിയൊരു സമൂഹം തന്നെ ഉയർന്നു വരികയും ചെയ്തു. പിന്നെ സാധനങ്ങളുടെ കൈമാറ്റത്തിന് ഇവർ ഉപയോഗിച്ചിരുന്ന നാണയങ്ങളാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അക്കാലത്ത് ഇവര് ആദ്യമായിട്ട് യൂസ് ചെയ്ത നാണയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോ ഇത് ഇത്രയും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് എന്തോന്നൊക്കെയാണ് നോക്കിയത്? അതായത് ആര്യന്മാരുടെ നഗരങ്ങൾ ഏതൊക്കെയാണ്, ഉയർന്നു വന്ന നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു, അത് പഠിച്ചു. അവർ നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നു, അത് പഠിച്ചു. അതുപോലെ തന്നെ എന്താണ് ഇവരുടെ വിശ്വാസങ്ങൾ, അതായത് സമൂഹം 4ആയിട്ട് ഡിവൈഡ് ചെയ്തതോടെ ഇവരുടെ പ്രജാപതി ആരായി മാറി, ദൈവം ആരായി മാറി? പ്രജാപതി, വിഷ്ണു എന്നിവരെ ഇവരെ ആരാധിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പോ ബ്രാഹ്മണരും ക്ഷത്രിയസും ഒക്കെ എന്ത് ചെയ്തു? വളരെയധികം ശക്തി പ്രാപിച്ചു. അത് നമ്മൾ പഠിച്ചു. പിന്നെ അവരുടെ കൃഷി ആയുധങ്ങളെ കുറിച്ച് പഠിച്ചു. കൃഷി എങ്ങനെയായിരുന്നു? ഇവരുടെ ഇരുമ്പ് ഉപകരണങ്ങളെ കുറിച്ച് പഠിച്ചു. പിന്നെ എന്താണ് പഠിച്ചത്? ഋഗ്വേദ കാലത്തെ സമൂഹത്തെ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കാലത്തുള്ള ആചാരങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? സപ്തസൈന്ധവം എന്ന് പറയുന്നത് എന്താണ്? സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഗവിഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ജനജീവിതം എങ്ങനെയായിരുന്നു? സപ്തസൈന്ധവ പ്രദേശത്തേക്ക് ആര്യന്മാർ എങ്ങനെയാണ് കുടിയേറിപ്പാർത്തത്? അത് പഠിച്ചു. പിന്നെ രചിക്കപ്പെട്ട ആദ്യത്തെ കൃതി ഏതാണെന്ന് പഠിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്.
അപ്പോൾ ഭാഷ ആദ്യമായി ഉണ്ടായ ഭാഷ ഏതാണ്? സംസ്കൃത ഭാഷ ആണ് ആദ്യമായി ഉണ്ടായതെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ ഇതിന്റെ ഒരു ഇൻട്രഡക്ഷനിൽ എന്താണ് പഠിച്ചത്? ഇന്ത്യ എന്ന വിസ്മയം എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? A.L. ഭാഷാമാണ്. അതായത് നാടോടികളായ ഇടയന്മാർ എങ്ങനെയാണ് ആര്യന്മാർ ആയതെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. സോ നൗ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് സെക്ഷൻ. ഓക്കെ, വീണ്ടും നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച് മൈ ചാനൽ. ഇഫ് യു ലൈക്ക് മൈ ചാനൽ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, സി യു അഗെയിൻ. ഓക്കെ, താങ്ക് യു.